ഹംഗേറിയൻ ഗ്രാൻഡ് പ്രിയിലെ മോശം ക്വാളിഫയിങ്ങിന് ശേഷം ഐ ആം യൂസ്ലെസ് എന്ന് സ്വയം വിളിക്കുന്ന ഹാമിൽട്ടനെയാണ് നമ്മൾ കണ്ടത്. ബ്രസീലിലെ തൻ്റെ പ്രിയപ്പെട്ട റേസിന് ശേഷം സീസണിനെ ഒരു ദുസ്വപ്നമായിട്ടാണ് അയാൾ വിശേഷിപ്പിച്ചത്. അബുദാബിയിലെ അവസാന റേസിന് ശേഷം എങ്ങനെയെങ്കിലും ഈ ദുസ്വപ്നം കഴിഞ്ഞാൽ മതി എന്ന് ചിന്തിക്കുന്ന താരത്തെയാണ് നമ്മൾ കണ്ടത്. കരിയറിൽ ആദ്യമായി ഹാമിൽട്ടൺ ഒരു പോഡിയം പോലുമില്ലാതെ ഈ സീസൺ അവസാനിപ്പിച്ചു. ഇത്രയും കാലം മെഴ്സേഴ്സിൻ്റെ സിസ്റ്റത്തിൽ ഓടിച്ചു പഠിച്ച ഹാമിൽട്ടൺ ഫെറാറിയിൽ കളി പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ പുതിയ യുഗത്തിനായി കാത്തിരിക്കുന്ന ഹാമിൽട്ടൺ ഫാൻസിന് അത്ര നല്ല വാർത്തകളല്ല പുറത്തു വരുന്നത്. 2026 സീസണിനായി ഒരുങ്ങുന്ന ഫെറാറി പിന്നിലാണ്. അതെ, ഇറ്റാലിയൻ മാധ്യമമായ ഓട്ടോ റേസർ ഇറ്റലി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് സീസണിൻ്റെ തുടക്കത്തിൽ ഫെറാറിയുടെ പുതിയ കാറുകൾ അതിൻ്റെ പൂർണ്ണരൂപത്തിൽ എത്തില്ല. മറുഭാഗത്ത് റെഡ് ബുളും മെഴ്സേഴ്സും മെക്ലാരനുമെല്ലാം ഒരു മുഴം മുന്നേ ചാടുമ്പോൾ ഫെറാറി ഇവിടെ പിന്നിലാണ്. ലൂയിസ് ഹാമിൽട്ടനെ സംബന്ധിച്ചോളം ഇതൊരു ദുരന്ത വാർത്തയാണ്. ഒന്ന്, ഫെറാറി കാറുകളുമായി ഹാമിൽട്ടൺ ശീലിച്ചു വരുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒപ്പം പുതിയ റെഗുലേഷൻ കൂടി വരുന്നുണ്ട്. അതിനുവേണ്ടിയും പരിശീലിക്കണം. പക്ഷേ അപ്പോഴും കാർ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ എത്തിയിട്ടില്ല. ഇതൊക്കെ കാണുമ്പോഴാണ് ഹാമിൽട്ടൺ ഇവിടെ ഒരു ഭാവിയുണ്ടോ എന്ന് ചിന്തിച്ചു പോകുന്നത്. എന്നാൽ വിരമിക്കൽ അഭ്യൂഹങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഹാമിൽട്ടൺ പുതിയ സീസണിനായി ഒരുങ്ങുന്നത്. എന്നെ ഒരിക്കലും മറ്റൊരു ഡ്രൈവറുമായി താരതമ്യം ചെയ്യരുത്, കാരണം ഞാൻ അവരെ പോലെയൊന്നുമല്ല, എനിക്ക് വിജയമല്ലാതെ മറ്റൊരു ലക്ഷ്യവുമില്ല എന്നാണ് ഹാമിൽട്ടൺ പറഞ്ഞു വെച്ചത്. അതെ, ഈ 41-ാം വയസ്സിലും അയാൾ തയ്യാറാണ് പുതിയ തലമുറയോട് ഏറ്റുമുട്ടാൻ, പുതിയ ടെക്നോളജികളോട് ഏറ്റുമുട്ടാൻ.